কথা বলো না, কোনো কথা বলো না। ഈശ്വര, അയാളെ കണ്ടതിന് ശേഷം എനിക്കൊരു മനസ്സമാധാനമില്ല. ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. എൻ്റെ മോനെ അയാൾ കൊണ്ടുപോവോ? ഇല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. എന്തെന്നെ പറഞ്ഞാലും എന്നേക്കാളേറെ ഒരവകാശവും ആർക്കും അവൻ്റെ മേലില്ല. ഇനി ഉണ്ടാവാനും പോകുന്നില്ല. അവൻ എൻ്റെ മോനാ, എൻ്റെ മാത്രം മോൻ. സാർ പറഞ്ഞ പേഷ്യന്റ് 306 ദേവകൃഷ്ണ. യാ, അവരെ റൂമിൽ കാണുന്നില്ല. എവിടെ പോയി? അവരിന്നലെ ഈവനിങ് ഡിസ്ചാർജ് ആയി പോയി സാർ. ഓ, അവര് പോയോ? ഓക്കെ, താങ്ക് യു. കാവ്യ, ഞാനിന്ന് വരുന്നില്ല. 2-3 ദിവസം എനിക്ക് ലീവ് വേണം. എന്തു പറ്റി? നിനക്ക് സുഖമല്ലേ? ഏയ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ദേവൂട്ടന് സുഖമായി വരുന്നല്ലേ ഉള്ളൂ. അവനതുകൊണ്ട് ഞാൻ പ്ലേ സ്കൂളിൽ വിടുന്നില്ല. സോ ലീവ് എടുക്കാന്ന് കരുതി. അത് നല്ലതാ. ഞാൻ അർണവേട്ടനോട് പറഞ്ഞോളാം. ഏതായാലും നീ ലീവ് മെയിൽ ചെയ്തേക്ക് കേട്ടോ. ഞാനന്ന് ഇറങ്ങട്ടെ. പിന്നെ നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവിടെ ഏട്ടനുണ്ട്, വിളിക്കാൻ മടിക്കണ്ട. എന്നാ ശരി, നീ ചെല്ലേ. എന്താ പെട്ടെന്ന് നീ എൻ്റെ കൂടെ കമ്പനിയിലോട്ട് വരാന്ന് പറഞ്ഞേ? വരേണ്ട ആവശ്യമുള്ളതുകൊണ്ടാ വരുന്നേ. ഗീതയെ കാണാനാണോ? മമ്മി എപ്പോഴാ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുക? നീ ഡോക്ടറോട് ചോദിച്ചിരുന്നോ? ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ പറ്റൂ, അങ്ങനെയാ ഡോക്ടർ പറഞ്ഞേ. വേണ്ട, 2 ദിവസത്തിനുള്ളിൽ ഞാൻ താമസിക്കുന്നിടത്തേക്ക് മമ്മിയെ ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യാം. ഗുഡ് മോർണിംഗ്. ഏട്ടനെത്തിയായിരുന്നോ? നീ എന്താ ലേറ്റായേ? അത് പിന്നെ ഇന്ന് ഗീതു ഇല്ല. അതറിയാതെ ഞാൻ കുറച്ചു നേരം അവളെ വെയിറ്റ് ചെയ്തു. പിന്നെ അവള് പറഞ്ഞ് അവള് വരുന്നില്ലാന്ന്. ഓ, അവക്കെന്ത് പറ്റി? ദേവൂട്ടന് സുഖമായി വരുന്നല്ലേ ഉള്ളൂ. സോ 2 ദിവസം ലീവ് എടുക്കാന്ന് വിചാരിച്ചു. എക്സ്ക്യൂസ് മീ സർ, ഇന്ദ്രൻ സർ ഈസ് കോളിംഗ് യു. എന്ത് പറ്റി ഇന്ദ്ര? എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? ഒരു ഗീത, അവളോട് ഇങ്ങോട്ട് വരാൻ പറ. ഗീത അവിടെ ഇന്ന് ലീവാ. ഇന്ന് മാത്രമല്ല, 2-3 ദിവസം അവൾ കാണില്ല. എന്താ കാര്യം? നീ ഒരു കാര്യം ചെയ്യും. വിത്തിൻ 24 hours അവളുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിരിക്കണം.